Hello, dear students. Today we can talk on cash balance approach. Okay, this approach, cash balance approach, is the approach of Cambridge School. Okay, there are some economists who are the supporters of cash balance approach. Alfred Marshall, A.C. Pigou, D.H. Robertson ആൻഡ് ജെയിം കെയ്ൻസ്. അപ്പോൾ ഇവരാണ് ഇതിൻ്റെ ക്യാഷ് ബാലൻസ് അപ്രോച്ച് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, ഈ തിയറി പറയുന്നത് ഇറ്റ്സ് എൻ ആൾട്ടർനേറ്റീവ് ഫോർമുലേഷൻ ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. അപ്പോൾ ഇതൊരു നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഫിഷേഴ്സ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് വേർഷനാണ് എന്തെന്ന് പറയുന്നത് ക്യാഷ് ബാലൻസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലൈക്ക് ദി ഇർവിൻ ഫിഷർ, ദീസ് എക്കണോമിക്സ് ആൾസോ അസ്യൂംഡ് ദാറ്റ് മണി വാസ് ഓൺലി ഹെൽഡ് ഫോർ ട്രാൻസാക്ഷൻ, നോ അതർ പർപ്പസസ്. നമ്മളവിടെ പറഞ്ഞു പണത്തിന് മണിക്കൊരൊറ്റ പർപ്പസേ ഉള്ളൂ, ട്രാൻസാക്ഷൻ പർപ്പസ്. അപ്പോൾ അത് തന്നെയാണ് ഇവരും ഫോളോ ചെയ്തത്. ഓക്കെ, വൈ പീപ്പിൾ ആർ കീപ്പിംഗ് മണി എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? എന്താണ് ട്രാൻസാക്ഷൻ പർപ്പസ്. ഓക്കെ, ട്രാൻസാക്ഷൻ പർപ്പസിന് മാത്രമാണ് ജനങ്ങൾ പണം കയ്യിൽ വെക്കുന്നത്. ഓക്കെ, ദേ വർ അറ്റംപ്റ്റഡ് ടു സെറ്റ് ഔട്ട് എ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി. നമ്മളിതുവരെ ഇർവിൻ ഫിഷർ ഒരു സപ്ലൈ സൈഡിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അവർ ആ തിയറി ഡെവലപ്പ് ചെയ്തത്. ഇവിടെ ഇവർ ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ദേ ആർ അറ്റംപ്റ്റഡ് ടു സെറ്റ് ഔട്ട് എ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇവർ ഈ ക്യാഷ് ബാലൻസ് അപ്രോച്ച് മണിയെ അവർ ഡിഫൈൻ ചെയ്തു. അല്ലെങ്കിൽ മണി തിയറി ഓഫ് മണി, ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയെ അവർ ഇൻ്റർപ്രറ്റ് ചെയ്തു. ഓക്കെ, അക്കോർഡിംഗ് ടു ദം ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഓഫ് മണി ഇൻ ടേംസ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അവർ വാല്യൂ ഓഫ് മണി അല്ലെങ്കിൽ വാല്യൂ ഓഫ് മണി ഈസ് ഡിറ്റർമിൻഡ് ബൈ ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് മണിയാണ്. ഓക്കെ, സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത് ഇറ്റ്സ് എക്സോജീനിയസ്ലി ഡിറ്റർമിൻഡ് ബൈ ദി ബാങ്കിങ് സിസ്റ്റം. അപ്പോൾ സപ്ലൈ ഓഫ് മണി എന്നുള്ളത് ദേ അസ്യൂം ദാറ്റ് സപ്ലൈ ഓഫ് മണി ഈസ് എക്സോജീനിയസ് ആണ്, വിച്ച് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദി സെൻട്രൽ ബാങ്ക് ആൻഡ് അതർ ബാങ്ക്സ്. ദെയർഫോർ ദേ ഡിസ്കാർഡഡ് ദ കോൺസെപ്റ്റ് ഓഫ് വെലോസിറ്റി ഓഫ് മണി. അപ്പോൾ വെലോസിറ്റി ഓഫ് മണി നമുക്കറിയാം, ഇർവിൻ ഫിഷറിൽ നമ്മൾ വെലോസിറ്റി ഓഫ് മണി എന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞു. അത് ഇവരെന്ത് ചെയ്തു? ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ട്. അവർ അങ്ങനത്തെ വെലോസിറ്റി ഓഫ് മണിയുടെ ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാഷ് ബാലൻസ് അപ്രോച്ച് ഡിസ്കാർഡഡ് ദി velocity of money. On the other hand, demand for money plays major roles in determining value of money. അപ്പോൾ വാല്യൂ ഓഫ് മണി ഡിറ്റർമിൻ ചെയ്യുന്നത് സപ്ലൈ സൈഡ് അല്ല, എന്താണ് ഡിമാൻഡ് സൈഡാണ്. അപ്പോൾ വാല്യൂ ഓഫ് മണി ഈസ് ഡിറ്റർമിൻഡ് മെയിൻലി ബൈ ദി ഡിമാൻഡ് ഫോർ മണി. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് ഫോർ മണി ഈസ് പ്ലേയിങ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഫോർ ഡിറ്റർമിനിങ് വാല്യൂ ഓഫ് മണി. ഓക്കെ, ഇനി വാട്ട് ഈസ് ഡിമാൻഡ് ഫോർ മണി? Demand for money is the demand to hold cash balance for transaction and precautionary motives. Okay, അപ്പോൾ എന്താണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് പീപ്പിൾ ഡിസയർ ടു ഹോൾഡ് മണി. ഓക്കെ, പണം കയ്യിൽ വെക്കാനുള്ള അവരുടെ ആഗ്രഹത്തെയാണ് എന്തെന്ന് പറയുക ഡിമാൻഡ് ഫോർ മണി. വളരെ ടു ഇമ്പോർട്ടൻറ്റ് പർപ്പസ് എന്താണ്? ഒന്ന് ട്രാൻസാക്ഷൻ ആൻഡ് പ്രിക്കോഷണറി മോട്ടീവ്. ട്രാൻസാക്ഷൻ എന്ന് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ഓഫ് ദെയർ ലൈഫ്, അതിൽ സംഭവിക്കുന്ന ട്രാൻസാക്ഷന് വേണ്ടിയുള്ള അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പണം കയ്യിൽ വെക്കുന്നു. പിന്നെ പ്രിക്കോഷണറി മോട്ടീവ്സ്, അൺഫോർസീൻ ഇവൻറ്റ്സ്, ആക്സിഡൻറ്റ്, അതുപോലെ അസുഖം, അങ്ങനെ പല അൺഫോർസീൻ ഇവൻറ്റ്സ് ലൈഫിൽ സംഭവിക്കും. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പണം കയ്യിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് ഡിമാൻഡ് ഫോർ മണി. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി ഈസ് നത്തിങ് ബട്ട് ദ പീപ്പിൾ ഡിസൈഡ് ടു ഹോൾഡ് മണി. ഓക്കെ, ആസ് ക്യാഷായിട്ട് പണം കയ്യിൽ വെക്കാനുള്ള ആഗ്രഹത്തെയാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ദർ ആർ ടു ഇമ്പോർട്ടൻറ്റ് പർപ്പസ്. വൈ പീപ്പിൾ ഹോൾഡിങ് മണി എന്ന് ചോദിച്ചാൽ ഫോർ ട്രാൻസാക്ഷൻ മോട്ടീവ്സ് ആൻഡ് പ്രിക്കോഷണറി മോട്ടീവ്. പ്രിക്കോഷന് വേണ്ടിയിട്ടും ഡേ ടു ഡേ ട്രാൻസാക്ഷന് വേണ്ടിയാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു ക്യാഷ് ബാലൻസ് അപ്രോച്ച്, given the money supply at any point of time, the value of money is determined by the demand for cash balance. ഇതാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലൈ ഓഫ് മണി ഈസ് മോർ ഓർ ലെസ് ഫിക്സഡ്. അപ്പോൾ ഒരു ഗിവൺ ഒരു ഫിക്സഡ് ആണ്. ഓക്കെ, അപ്പോൾ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം, അറ്റ് എ പർട്ടിക്കുലർ ഇയർ, മണി സപ്ലൈ ഇസ് ഫിക്സഡ്. ദെർഫോർ ദ വാല്യൂ ഓഫ് മണി ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ ഡിമാൻഡ് ഫോർ ക്യാഷ് ബാലൻസ്. അപ്പോൾ പണത്തിൻ്റെ മൂല്യം ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്? ക്യാഷ് ബാലൻസ് ആണ്.
അപ്പോൾ ഡിമാൻഡ് ഫോർ ക്യാഷ് ബാലൻസ് ആണ്. അപ്പോൾ എത്ര കയ്യിൽ പണം വെക്കണം എന്നുള്ളതാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. അതാണ് ആക്ച്വലി വാല്യൂ ഓഫ് മണി ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, വെൻ ദ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസസ് പീപ്പിൾ ഡിസൈഡ് ടു ഹോൾഡ് മണി. അതാണ് ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണി. അത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പീപ്പിൾ വിൽ റെഡ്യൂസ് ദെയർ എക്സ്പെൻഡിച്ചർ. അപ്പോൾ എന്താണ്, കൂടുതൽ കയ്യിൽ പണം വെക്കുക എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദ റെഡ്യൂസിങ് ദർ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ഓർഡർ ടു ഹാവ് എ ലാർജ് ക്യാഷ് ഹോൾഡിംഗ്. കയ്യിൽ കൂടുതൽ പണം വെക്കാൻ വേണ്ടി എന്താണ് അവർ എക്സ്പെൻഡിച്ചർ ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിലുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് വിൽ ബ്രിങ് ഡൗൺ ദ പ്രൈസ് ലെവൽ ആൻഡ് റൈസ് ദ വാല്യൂ ഓഫ് മണി. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് ലെവൽ കുറയും. അപ്പോൾ അതുപോലെ തന്നെ വാല്യൂ ഓഫ് മണി ഇൻക്രീസ് ചെയ്യും. ഇതാണ് ദിസ് കൈൻഡ് ഓഫ് റിലേഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് മണി ആൻഡ് ക്യാഷ് ബാലൻസ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് at any given money supply, the value of money is determined by the demand for cash balance. When the demand for money increases, demand for money increase ചെയ്യുകയാണെങ്കിൽ എന്താണ്, people will reduce their expenditure on goods and services in order to have large cash holding. കയ്യിൽ കൂടുതൽ പണം വെക്കാൻ വേണ്ടി അവരുടെ എക്സ്പെൻഡിച്ചർ അവർ റിഡ്യൂസ് ചെയ്യും. എന്താണ്, ദ റിഡ്യൂസ്ഡ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽ ബ്രിങ് ഡൗൺ ദ പ്രൈസ്. അപ്പോൾ അങ്ങനെ ഡിമാൻഡ് കുറച്ചത് കാരണം എന്താണ്, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് ലെവൽ കുറയും. ആൻഡ് പ്രൈസ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം വാല്യൂ ഓഫ് മണി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ദിസ് കൈൻഡ് ഓഫ് റിലേഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് മണി ആൻഡ് ഡിമാൻഡ് ഫോർ മണി. ഓക്കെ, അപ്പോൾ ഡിമാൻഡും സപ്ലൈ ആണ് ഡിറ്റർമിൻ ചെയ്യാം. സപ്ലൈ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ് ഒരു പർട്ടിക്കുലർ പീരീഡ്. അപ്പോൾ ഡിമാൻഡ് ഈസ് more important, playing very important role for determining the value of money. Okay, on the contrary, അതിന് ഓപ്പോസിറ്റ് പറയുകയാണെങ്കിൽ എ ഫാൾ ഇൻ ദ ഡിമാൻഡ് ഫോർ മണി, പണത്തിൻ്റെ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ വിൽ റൈസ് ദ പ്രൈസ് ലെവൽ ആൻഡ് ലോവർ ദ വാല്യൂ ഓഫ് മണി. ഇപ്പോൾ പീപ്പിൾ ഹോൾഡിങ് മണി ഇപ്പോൾ അത് കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണി കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമുക്കറിയാം കുറഞ്ഞാൽ പ്രൈസ് ലെവൽ കൂടും ആൻഡ് ലോവർ ദ വാല്യൂ ഓഫ് മണി. അപ്പോൾ വാല്യൂ ഓഫ് മണി കൂടും. പ്രൈസ് ലെവൽ കൂടിയാൽ നമുക്കറിയാം വാല്യൂ ഓഫ് മണി കൂടും. ഓക്കെ, അപ്പോൾ ദിസ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് മണി ആൻഡ് ഡിമാൻഡ് ഫോർ മണി. ഓക്കെ, ഇനി ദർ ആർ സം ഇക്വേഷൻസ് ഓഫ് ക്യാഷ് ബാലൻസ് അപ്രോച്ച്. ഫസ്റ്റ് Marshall's equation can shown as in the equation. Okay, M is equal to KPY. M എന്ന് പറഞ്ഞാൽ എന്താണ്, M is exogenously determined money supply. M is nothing but money supply. K is a fraction of real money income. Okay, K is a fraction of money income. അപ്പോൾ money income എന്ന് പറയുന്നത് PY ആണ്. PY is nothing but P is a price level, Y is equal to aggregate real income. P into Y ആണ് എന്തെന്ന് പറയുന്നത്, ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കെ എന്ന് പറയുന്നത് കെ ഈസ് എ ഫ്രാക്ഷൻ ഓഫ് റിയൽ മണി ഇൻകം PY. ഓക്കെ, റിയൽ മണി ഇൻകം എന്ന് പറയുന്നത് PY. ഓക്കെ, P ഇൻറ്റു ഇൻകം ഈസ് ഈക്വൽ ടു റിയൽ മണി ഇൻകം. ഓക്കെ, അപ്പോൾ കെ എന്ന് പറയുന്നത് കെ എമൗണ്ട് ഓഫ് ഫ്രാക്ഷൻ ഓഫ് കെ ഈസ് ഈ ഫ്രാക്ഷൻ റിയൽ മണി വിച്ച് പീപ്പിൾ വിഷ് ടു ഹോൾഡ് ഇൻ ക്യാഷായിട്ട് കയ്യിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന PY നമ്മുടെ ടോട്ടൽ ഇൻകം. ഓക്കെ, P ഇൻറ്റു പ്രൈസ് ലെവൽ ഇൻറ്റു ഇൻകം, അതാണ് P ഇൻകം, ടോട്ടൽ ഇൻകം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കെ എന്ന് പറയുന്നത് കെ ഈസ് എ ഫ്രാക്ഷൻ ഓഫ് മണി ഓഫ് റിയൽ ഇൻകം ദാറ്റ് പീപ്പിൾ വാണ്ട് ടു ഹോൾഡ് ആസ് ക്യാഷായിട്ട് കയ്യിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന എമൗണ്ടാണ് കെ എന്ന് പറയുന്നത്. അപ്പോൾ P ഈസ് പ്രൈസ് ലെവൽ, Y ഈസ് അഗ്രിഗേറ്റ് റിയൽ ഇൻകം. അപ്പോൾ P യു ക്യാൻ റൈറ്റ്, Pനെ നമുക്കത് പിന്നെ റീറൈറ്റ് ചെയ്താൽ ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു M ഡിവൈഡ് ബൈ KY എന്ന് എഴുതാം. ഓക്കെ, if you are rewriting this equation you can write P is equal to, you can write P as P is equal to M divided by KY. ഓക്കെ, അപ്പോൾ P എന്ന് പറയുന്നത് എന്താണ്, വാല്യൂ ഓഫ് മണി ഓർ വാല്യൂ ഓഫ് മണി റെസിപ്രോക്കൽ ഓഫ് പ്രൈസ് ലെവലാണ് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് 1/P is equal to, okay, 1/P is equal to KYM, KY divided by M. Okay, about again you can write, okay, so this equation, second equation also you can write
1 by P is equal to KY divided by M. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമ്മൾ രണ്ട് രൂപത്തിൽ പിനെ നമുക്ക് എന്ന് എഴുതി. വാല്യൂ ഓഫ് മണി 1 by P is equal to, വാല്യൂ ഓഫ് മണി ഇങ്ങനെ 1 by P is equal to KY divided by M. അപ്പോൾ P is equal to M by KYനെ നമ്മൾ എന്ത് ചെയ്തു, വാല്യൂ ഓഫ് മണി ടേമിലോട്ട് മാറ്റി. എങ്ങനെ ചോദിച്ചാൽ 1 divided by P is equal to KY divided by M. Okay, this is Marshallian concept of cash balance approach. ഇനി Pigou's equation can be written as P is equal to KR divided by M. P is nothing but the purchasing power of money. Okay, here P is purchasing power. K is fraction of real income which people wish to hold in the form of money. അപ്പോൾ ലീഗൽ ടെൻഡർ അല്ലെങ്കിൽ പണമായിട്ട് കയ്യിൽ വെക്കാനുള്ള ജനങ്ങളുടെ ആഗ്രഹമാണ് കെ എമൗണ്ട് ഓഫ് മണി ദാറ്റ് പീപ്പിൾ വിഷ് ടു ഹോൾഡ്. അത്ര എമൗണ്ട് അവർ ആഗ്രഹിക്കുന്നു കയ്യിൽ വെക്കാൻ. ഓക്കെ, അപ്പോൾ ആർ, ഇനി എം എന്ന് പറയുന്നത് മണി സപ്ലൈ. ഓക്കെ, അപ്പോൾ ആർ നമുക്കറിയാം ഓൾറെഡി ഈസ് റിയൽ ഇൻകം. ഓക്കെ, ഇനി ഡിമാൻഡ് ഫോർ മണി കൺസിസ്റ്റ് നോട്ട് ഓൺലി ദ ലീഗൽ മണി ഓർ ക്യാഷ് ബാലൻസ് ബട്ട് ഓൾസോ ബാങ്ക് നോട്ട്സ് ആൻഡ് ബാങ്ക് ബാലൻസ്. നമുക്കറിയാം ഡിമാൻഡ് ഫോർ മണി ഇതിപ്പോൾ ജസ്റ്റ് വി ആർ പി is equal to കെ ആർ ഡിവൈഡ് ബൈ എം എന്ന് പറയുന്നത് ദാറ്റ് വി ആർ നോട്ട് കൺസിഡേർഡ് ഇൻ ദ ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ ക്യാഷ് എന്താണ് ബാങ്ക് നോട്ട്സ് ആൻഡ് ബാങ്ക് ബാലൻസ് അത് അതിൽ ഉൾപ്പെടുന്നില്ല. ഫസ്റ്റ് ഇക്വേഷൻ പി is equal to and P is equal to കെ ആർ ഡിവൈഡ് ബൈ എം is not included the components of bank money അല്ലെങ്കിൽ bank balance and bank notes. Okay, but therefore we can modify the first equation as P is equal to KR divided by M C plus M എന്ന് പറയുന്നത് C plus H into 1 minus C. ഓക്കെ, ഇവിടെ C എന്ന് പറയുന്നത് കറൻസി ഹെൽഡ് ബൈ പബ്ലിക്. അപ്പോൾ മൊത്തത്തിൽ നമുക്കറിയാം ഒരു എക്കണോമിയിലെ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി എന്ന് പറയുന്നത് കറൻസി ഹെൽഡ് ബൈ ദ പബ്ലിക് ആൻഡ് കറൻസി ഹെൽഡ് ബൈ ദി ബാങ്ക്സ്. ഓക്കെ, ഡെപ്പോസിറ്റ് ആവാം, എല്ലാം ആവാം, റിസർവ് ബാങ്ക് റിസർവ്സ് ആവാം, എല്ലാം ഉണ്ട് അതിൽ അല്ലേ. അപ്പോൾ P is equal to KR divided by M താഴെ C plus H into 1 minus C. Okay, what is C? What is C? C is nothing but currency held by public. H, proportion of legal money that bankers kept and deposit. അപ്പോൾ ലീഗൽ മണി ബാങ്കിൽ സൂക്ഷിച്ച എമൗണ്ടാണ് എന്തെന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്റു 1 മൈനസ് C. അപ്പോൾ ദാറ്റ് ഈസ് എ പ്രൊപ്പോർഷൻ. അപ്പോൾ ദിസ് ഈസ് എ Pigou's equation. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദ ക്യാഷ് ബാലൻസ് അപ്രോച്ച് ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. അപ്പോൾ ഇർവിൻ ഫിഷർ അപ്രോച്ച് പഠിച്ചു, ക്യാഷ് ബാലൻസ് അപ്രോച്ച് പഠിച്ചു. അപ്പോൾ ക്യാഷ് ബാലൻസ് അപ്രോച്ചിൽ നമുക്കറിയാം ഡിമാൻഡ് മറ്റേ സപ്ലൈ ആണ് കൂടുതൽ, വെലോസിറ്റി ഓഫ് മണി സപ്ലൈ ഓഫ് മണീനെ കൂടുതൽ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ഇൻ്റർപ്രിട്ടേഷൻ. ക്യാഷ് ബാലൻസ് അപ്രോച്ചിൽ നമുക്കറിയാം ഇവിടെ ഡിമാൻഡ് ഫോർ മണി ഈസ് ദ മെയിൻ കോമ്പോണൻറ്റ്സ് ഓഫ് വാല്യൂ ഓഫ് മണി. അപ്പോൾ വാല്യൂ ഓഫ് മണീൻ്റെ മെയിൻ കോമ്പോണൻ്റ് എങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്ന ഡിമാൻഡ് ഫോർ മണിയാണ്. സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത് എക്സോജീനിയസ്ലി ഡിറ്റർമിൻഡ് ആണ്. അപ്പോൾ ഡിമാൻഡ് ഫോർ മണിയുള്ള മാറ്റത്തിനനുസരിച്ച് പ്രൈസ് ലെവലിൽ മാറ്റം വരും, അതുപോലെ വാല്യൂ ഓഫ് മണിയിൽ മാറ്റം വരും എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ഇക്വേഷനാണ് ഈ ഡിമാൻഡ് ഫോർ മണി അപ്രോച്ചിലുള്ളത്. ഒന്ന് Pigou's ഇക്വേഷനും രണ്ടാമത്തത് ഫസ്റ്റ് മാർഷൽസ് ഇക്വേഷനും സെക്കൻഡ് Pigou's ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദി ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, transaction approach to quantity theory of money.